അപ്പം ഇങ്ങനെ മഞ്ഞിൽ പോയി കളിച്ചാലോ? എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ സ്നോ കാണുന്നത്, സ്നോയിൽ കളിക്കാൻ വേണ്ടി പോണത്. ഇങ്ങോട്ടൊക്കെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതാണല്ലോ പടച്ചോൻ നമ്മളെ ലൈഫിൽ അത്രയും ബ്യൂട്ടിഫുൾ ആക്കി തരിക. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഈ ഫ്രീ ഫോൾ, അതുപോലെ ഈ വണ്ടിയൊക്കെ വരും, അത് നമ്മൾ മണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. പക്ഷെ അതിൽ 1000 സംതിങ് ആണ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ അതിനത് വേർത്തായിട്ട് തോന്നാത്തതുകൊണ്ട് നമ്മൾ അതിൽ കയറിയില്ല. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ശ്രദ്ധയപ്പെടില്ല, ഇതിലിങ്ങനെ ആസ്വദിച്ച് പോകും. നമുക്ക് വണ്ടിയെടുക്കാം. എക്സ്പീരിയൻസ് കുഴി ഉണ്ടാക്കി പോണം, അല്ലെങ്കിൽ വല്ല സ്ലൈഡിലും കയറിയ പോലെ സ്ലിപ്പാവും. ആരും പേടിക്കണ്ട, മഞ്ഞ ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടത്. പിന്നെ നമ്മളെ സഫ്നയാണ് കേട്ടോ പോയത്, ഇനി ഞാനാണ് പോകാൻ നിൽക്കുന്നത്. ഇതിലിങ്ങനെ ആസ്വദിച്ച് നമ്മൾ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്ക് ഓർമ്മയില്ല, നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും അടിപൊളിയായിരുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല, പറയാൻ വാക്കിട്ടില്ല. അത് നമ്മൾ പോയിട്ട് എക്സ്പീരിയൻസ് ഇങ്ങനെ ചെയ്യണം. പിന്നെ നമ്മൾ ഒരുപാട് നേരത്തെ മഞ്ഞിൽ കളി കഴിഞ്ഞതിന് ശേഷം ചൂട് മാഗൊക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ മഞ്ഞിനോട് വിട പറഞ്ഞു. ബൈ ബൈ.